ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായിട്ടൊരു വിഭവമായിട്ടാണ് വന്നേക്കുന്നത്. പാൽ ഹൽവ. പാൽ കൊണ്ട് നമ്മൾ പേട അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാക്കും. പക്ഷേ പാൽ ഹൽവ അതെങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കാം. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ: പാൽ 1/2 ലിറ്റർ, പഞ്ചസാര 4 ടേബിൾ സ്പൂൺ, കോൺഫ്ലവർ 3 ടേബിൾ സ്പൂൺ, പിന്നെ കോൺഫ്ലവർ മിക്സ് ചെയ്യാൻ വെള്ളം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇപ്പം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. നമുക്ക് ആദ്യം കോൺഫ്ലവർ ഈ വെള്ളത്തിൽ മിക്സ് ചെയ്യാം. നല്ല കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. വെള്ളത്തിൽ പെട്ടെന്ന് അലിഞ്ഞോളും. നന്നായിട്ട് ഇളക്കുക. പാൽ കൊണ്ടും ഹൽവ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണെങ്കിൽ നിങ്ങളിത് കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രമാണ് ഇവിടെ എടുത്തേക്കുന്നത്. നമുക്കതിലേക്ക് പാല് തിളപ്പിക്കാം. നോൺ സ്റ്റിക്ക് എടുത്തേക്കുന്ന ഹൽവയാകുമ്പം പാത്രത്തിൽ പറ്റി പിടിക്കാൻ പാടില്ലല്ലോ. ഇവിടെ ഞാൻ വേറെ ബട്ടറോ എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കുന്നില്ല. ഇത് മാത്രമേ ഉള്ളൂ. പാലും കോൺഫ്ലവറും പഞ്ചസാരയും മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്യുക. ഈ പഞ്ചസാരയാണ്. പാല് തിളയ്ക്കുമ്പോൾ നമ്മൾ അതിലേക്ക് പഞ്ചസാര ഇടും. എന്നിട്ട് അത് ഇളക്കി കൊടുക്കുക. പഞ്ചസാര അലിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കോൺഫ്ലവർ കലക്കിയത് ചേർക്കും. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഒക്കെ പറയുക. നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുകയും വേണം. തീർച്ചയായിട്ടും ഞാൻ അതിന് മറുപടി തരുന്നതാണ്. പാല് നന്നായിട്ട് തിളയ്ക്കട്ടെ. നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന കോൺഫ്ലവർ ഇതിലേക്ക് ഒഴിക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കണ്ട, അത് ഒഴിച്ചപ്പോൾ തന്നെ കുറുകി വരുന്നുണ്ട്. ഇത് കുറച്ച് സമയം എടുക്കും. കണ്ടില്ലേ, നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. നിങ്ങൾ തിരുനെൽവേലി ഹൽവയൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ അങ്ങനത്തെ ടെക്സ്ചറല്ല, അതുപോലത്തെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ പാൽ ഹൽവയ്ക്കുള്ളത്. നമ്മുടെ മിൽക്ക് ഹൽവ. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കണം. ഈ തിരുനെൽവേലി ഹൽവ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ എടുത്ത് കഴിക്കുന്ന ടൈപ്പല്ല. അതായത് ഇതുപോലെ ഇരിക്കും നമ്മുടെ ഹൽവ. കണ്ടില്ലേ, കോൺഫ്ലവർ ഒഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് കട്ടിയായി കിട്ടിയത്. ഇതാണ് അതിൻ്റെ പാകമെന്ന് പറയുന്നത്. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. എന്നുവെച്ചാൽ ആവശ്യത്തിന് മധുരം ഉണ്ടായിരുന്നു. ഒരുപാട് മധുരം വേണമെന്നുള്ളവർക്ക് ഇനിയും ചേർക്കാം.
നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ കളറായിട്ടുണ്ട് ഇതിന്. നമുക്കിതിനെ ഒരു പാത്രത്തിൽ നെയ്യ് പുരട്ടിയിട്ട് അതിലേക്ക് നമുക്ക് ഈ ഹൽവ ഇടാം. നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഹൽവ ഇടാം. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഹൽവ. ഇത് കുറച്ച് നേരം തണുക്കാൻ വയ്ക്കുക. അപ്പോൾ നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഫ്രീസറിൽ വേണ്ട, അല്ലാതെ ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെച്ച് അങ്ങനെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ഇതിന്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബദാം ഇട്ട് ഗാർണിഷ് ചെയ്യാം. ഈ പാല് കുറുകി വരാനുള്ള താമസമേ ഉള്ളൂ, അല്ലാണ്ട് ഇതിന് വളരെ കുറച്ച് സാധനങ്ങൾ മതി. ബദാം ഓപ്ഷനിലാണ്, ഞാൻ ഇട്ടുവെന്നേ ഉള്ളൂ. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം പാല് കൊണ്ട് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കണം. അപ്പം നമുക്ക് ഈ സാധനം കൂടെ ഒന്ന് ട്രൈ ചെയ്യാമല്ലോ. ഞാനിതിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പം നിങ്ങളും ട്രൈ ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. നാളെ 1 മണിക്ക് മറ്റൊരു വിഭവമായി കാണാം. ബൈ ബൈ.